കറുപ്പ് അങ്ങനെ കണ്ടു. ആൻഡ് എന്തും പറയുന്നതിന് മുന്നേ എനിക്ക് വീഡിയോ ഒരു കാര്യം പറഞ്ഞ് തുടങ്ങണം. നിങ്ങൾ ഒരു സൂര്യ ആരാധകനാണെങ്കിൽ, ഇഫ് യു ആർ എ സൂര്യ ഫാൻ, ഞാൻ ഇപ്പം പറയാം, നിങ്ങൾ ഈ വീഡിയോ ഇപ്പം നിർത്തി നേരെ തിയേറ്ററിൽ വിടുക, ടിക്കറ്റ് എടുക്കുക, പടം കാണുക, എൻജോയ് ചെയ്യുക. അത്രയേ ഉള്ളൂ. കാരണം ഈ ഒരു സിനിമ ഒരു സൂര്യ ആരാധകൻ്റെ ഒരു സ്വപ്നം പോലെയാണ്. അഥവാ നിങ്ങളുടെ ഫേവററ്റ് ഹീറോനെ ഏറ്റവും മാസ്സായിട്ടുള്ള അവതാരത്തിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, ടിക്കറ്റ് എടുക്കുക, തിയേറ്ററിൽ പോയി കാണാം. ആ ലെവലിലാണ് ആ മനുഷ്യൻ ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നൗ ദാറ്റ് ഈസ് ഫോർ സൂര്യ ഫാൻസ്. ഇനി ബാക്കിയുള്ള ജനറൽ ഓഡിയൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് വെറും ഒരു എൻജോയബിൾ ഇനഫ് ഡീസൻറ്റ് വൺ ടൈം വാച്ചായിട്ട് മാത്രമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഞാൻ മൊത്തത്തിൽ എനിക്ക് പടം എനിക്ക് വർക്കായില്ല. ഐ ആം നോട്ട് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. ബട്ട് സ്റ്റിൽ പടത്തിൽ കുറേ കിടിലൻ സാധനങ്ങളുണ്ട്. അതിനെപ്പറ്റി എന്തായാലും നമുക്ക് സംസാരിച്ച് തുടങ്ങാം. പെർഫോമൻസസ് തന്നെ തുടങ്ങാം. പെർഫോമൻസസ് എല്ലാവരും കുഴപ്പമില്ലാണ്ട് തന്നെ ചെയ്തു. RJ ബാലാജി കുഴപ്പമുണ്ടായിരുന്നില്ല, തൃഷ കുഴപ്പമുണ്ടായിരുന്നില്ല. ബട്ട് എനിക്ക് എടുത്തു പറയേണ്ട 2 പേര്, ഒന്ന് ഇന്ദ്രൻസ് ആൻഡ് ഒന്ന് നമ്മുടെ ആലപ്പുഴ ജിംഖാനിലെ പഞ്ചാലന്നി ആ പാട്ടിൽ വരുന്ന മറ്റേ അനഘ രവി. ഇവർ രണ്ടെണ്ണം അടിപൊളിയായിരുന്നു മാൻ. ആൻഡ് ഈ 2 മലയാളികൾ ഇതുപോലെ ഒരു വലിയൊരു തമിഴ് പടത്തിൽ പോയി ഇങ്ങനെ അഭിനയിച്ച് അർമാദിച്ചു എന്ന് കാണുമ്പോൾ എനിക്ക് അത് നല്ല സന്തോഷമുണ്ട്. അവർ രണ്ടുപേരും ഗംഭീരമായിട്ട് അവരുടെ റോളുകൾ ചെയ്തു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ദ സ്റ്റാർ ഓഫ് ദ ഷോ, ദ വൺ, നമ്മുടെ അണ്ണൻ സൂര്യ, സത്യം പറയാലോ ഈ പടം കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ള ലെവലിലേക്ക് എത്തിപ്പിച്ചത് ആ ഒരു മനുഷ്യനാണെന്ന് വരെ ഞാൻ പറയുന്നത്. അഥവാ ആ മനുഷ്യൻ ഈ പടം എടുത്ത ആളുടെ തോളത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടന്നു. അതാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഹീ ഫ്രിക്കിൻ ക്യാരിഡ് ദിസ് ഹോൾ മൂവി മാൻ. ഹീ വാസ് സോ ഡാം ഗുഡ്. അഥവാ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓറ, ആ ഒരു സ്റ്റൈല്, ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ആ വോയിസ് മോഡുലേഷൻ, ആ നടപ്പ്, ആ ചിരിപ്പ്, എല്ലാം ചിരി അതൊക്കെ വേറെ ലെവല് മാൻ. ഇറ്റ് വാസ് സോ ഡാം ഗുഡ്. ആൻഡ് ദ തിങ് ഈസ് ഹീസ് നോട്ട് ജസ്റ്റ് എ സ്റ്റാർ, ഹീസ് ഓൾസോ പെർഫോമർ. അഥവാ നമുക്കൊരു നടനും ഒരു സ്റ്റാറിൻ്റെ ഒരു കമ്പൈൻഡ് വേർഷൻ, ഒരു കമ്പൈൻഡ് അഴിഞ്ഞാട്ടം ഈ പടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഹീ വാസ് ആബ്സല്യൂട്ട്ലി ഫിനോമിനൽ മാൻ. ആസ് യൂഷ്വൽ അദ്ദേഹം അതിഗംഭീരമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ട് ചെയ്തു. പിന്നെ ടെക്നിക്കലി പടം ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. അഥവാ ചില ഫ്രെയിമും ഷോട്ടൊക്കെ ഞാൻ കണ്ടിങ്ങനെ വായ പൊളിച്ചിരിക്കുന്നു. അഥവാ ഒരു ഡാൻസിങ് ഫൈറ്റ് പരിപാടി ഈ സിനിമയിലുണ്ട്. എൻ്റെ മോനെ വേറെ ലെവല്. അതിലെ ചില ഫ്രെയിമും അതിലെ ചില ഷോട്ടുകളൊക്കെ കണ്ടപ്പോൾ എൻ്റെ മോനെ ഇത് എന്നടാ പണി വെച്ചിരിക്കേ. ആ കളർ ഗ്രേഡിങ് ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, ചില CJ പരിപാടി. ഈ പടം മാക്സിമം പോയ ഐ തിങ്ക് 100 സംതിങ് കോടി ബഡ്ജറ്റേ ഉണ്ടാവുള്ളൂ. അഥവാ 300-400 കോടി ബഡ്ജറ്റുള്ള ഒരു വൻ ഇന്ത്യൻ മൂവി അല്ല. അതുകൊണ്ട് ആ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ CJ പരിപാടികൾ അവർ ഭയങ്കര നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ. ഒരിക്കലും നമുക്ക് എന്ന് തോന്നുകയില്ല. ബട്ട് മാൻ, ഓവറോൾ വിഷ്വലി ആയിക്കോട്ടെ, ഓഡിയോ വൈസ് ആയിക്കോട്ടെ, പടം കിട്ടില്ല, ഒന്നും പറയാനില്ല. പിന്നെ ആക്ച്വലി ഓഡിയോ വൈസ് എനിക്ക് ഡബ്ബിങ്ങിൽ കുറച്ച് അവിടെ ഇവിടെ ആയിട്ടൊക്കെ പ്രശ്നം, എസ്പെഷ്യലി തൃശ്ശയുടെ ഡബ്ബിങ്ങിലൊക്കെ അത് കുറച്ച് കല്ലുകടിയായിരുന്നു. ബട്ട് അതർ ദാൻ ദാറ്റ് ടെക്നിക്കലി ദിസ് മൂവി ഈസ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. പിന്നെ ഓബിയസ്ലി ഓഡിയോ പറയുമ്പോൾ ദ വൺ ആൻഡ് ഓൺലി സായ് അഭ്യങ്കർ മച്ചാൻ പൊളിച്ചു മാൻ. പാട്ടുകളൊക്കെ നല്ല വൈബായിരുന്നു. എസ്പെഷ്യലി ഗോഡ് മോഡൊക്കെ തിയേറ്ററിൽ നല്ല വൈബായിരുന്നു. അതുപോലെ തന്നെ മെജോറിറ്റി BGM നല്ല വെട്ടിപ്പൈറ്റം എന്ന് പറഞ്ഞാൽ അതിൽ മറ്റേ കറുപ്പനേ എന്ന് പറഞ്ഞിട്ടൊരു സാധനമൊക്കെ ഉണ്ട്. ഓ മാൻ, പൊളി അതൊക്കെ പീക്ക് ഫീൽ ആയിരുന്നു. പക്ഷേ ഫോർ മീ പേഴ്സണലി ചില BGMും ചില സൗണ്ട് ട്രാക്കൊന്നും എനിക്ക് വർക്കായില്ല. അഥവാ ചില സീൻസിൽ ആ BGM ഫിറ്റ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. മറ്റ് ചില സീൻസിൽ ആ ഒരു സീനിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ആ ഒരു ഇമ്പാക്റ്റ് ആ ഒരു BGM ഉണ്ടാക്കിയെടുത്തില്ല എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ചില BGM മാത്രം എനിക്ക് മൊത്തത്തിൽ വർക്കായില്ല. ബട്ട് മെജോറിറ്റി BGMും സൂപ്പറായിരുന്നു. പാട്ടുകളൊക്കെ വൈബായിരുന്നു. സായ് അഭ്യങ്കർ ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ആൻഡ് ഈ പടത്തിൽ കുറേ കിടിലൻ സീനുകളുണ്ട് മാൻ. ലൈക്ക് തിയേറ്ററിൽ ഓളം സൃഷ്ടിച്ച അഥവാ വേറെ ലെവൽ സീൻസ് ഉണ്ട്. സത്യം പറയില്ല, ഈ പടത്തിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് കുറച്ച് ഇന്നാവാൻ കുറച്ച് നേരം എടുത്തു. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, അത് കഥയൊക്കെ സെറ്റപ്പ് ചെയ്ത് വരികയാണെന്ന് നമുക്ക് പറയാം. പക്ഷെ പടത്തിലൊന്ന് ഇന്നായപ്പോൾ പടം പീക്ക് ലെവലിലേക്ക് പോയി. പിന്നെ ആ പീക്ക് ലെവല് സെക്കൻഡ് ഹാഫിൻ്റെ ഒരു മിഡിൽ വരെ ആ പടം പിടിച്ചു നിന്നു. സെക്കൻഡ് ഹാഫിൻ്റെ മിഡിലൊക്കെ ആവുകയും ഞാൻ മോനെ ഇത് പൊളിച്ചു മാൻ, ഇത് കലക്കി എന്ന് പറഞ്ഞിരുന്ന എന്നെ കൊണ്ട് പിന്നെ അത്രയും നേരം ഉണ്ടായിരുന്ന ഒരു കത്തിക്കലുണ്ടല്ലോ അതങ്ങോട്ട് കെട്ടുപോയി. സെക്കൻഡ് ഹാഫിൻ്റെ മിഡിൽ പോർഷനൊക്കെ ശേഷം എനിക്ക് പടം ഒട്ടും വർക്കായില്ല മാൻ. എന്ന് പറഞ്ഞാൽ അവസാനം ക്ലൈമാക്സിൽ കുറേ രസകരമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും എനിക്ക് അങ്ങോട്ടും ആ ഒരു ഉണ്ടാക്കേണ്ട ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് മാൻ. ആൻഡ് അവസാനം എത്തിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പടം ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നായി. യെസ്, സത്യസന്ധമാണ്, പടം ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നായി. കാരണം ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് സ്ട്രെച്ചിങ്. അഥവാ അവസാനം എത്തിയപ്പോൾ ഇതിങ്ങനെ വലിച്ചു നീട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അഥവാ
ഒരു പോയിന്റ് വരെ ഞാൻ ഇത് പീക്ക് ലെവലായിട്ടാണെന്ന് പറഞ്ഞ എന്നെ കൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് ഇത് തീർന്നു കിട്ടിയാൽ മതിയായി എന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചു. ഇതൊക്കെ പറയുമ്പോൾ ഇതൊരു വൻ ശ്വാകം ബോറർ പടം. നിങ്ങളൊന്ന് തിയേറ്ററിൽ പോകരുത് ഗൈസ്, ബിവെയർ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് എ ഡീസൻറ്റ് വൺ ടൈം വാച്ച് ഡെഫിനറ്റ്ലി. ഇത് സൂര്യ ഫാൻസിൻ്റെ ഇടയിലിരുന്ന് കണ്ടാൽ അടിപൊളി എക്സ്പീരിയൻസ് ആവാനുള്ള എല്ലാവിധ സാധ്യതയുള്ളൊരു സിനിമയാണ്. ആൻഡ് അഗൈൻ പിന്നെ എടുത്ത് പറയാം, നിങ്ങളൊരു സൂര്യ ആരാധകനാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതൊന്നും നിങ്ങൾ കേൾക്കേണ്ട, തിയേറ്ററിൽ പോയി പടം കണ്ടോ. ആൻഡ് പിന്നെ ഈ പടത്തിൽ എനിക്ക് വേറൊരു കാര്യം കൂടി ഇഷ്ടപ്പെട്ടു. ഈ പടത്തിൻ്റെ കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സത്യം പറയുന്നത് ഒരു സാധാ തെലുങ്ക് അല്ലെങ്കിൽ തമിഴ് മാസപ്പടം ആവേണ്ട പടമായിരുന്നു. പക്ഷേ അതിൽ ആ ഒരു ഫാന്റാസ്റ്റിക്കൽ എലമെന്റ് അവർ കൊണ്ടുവന്നപ്പോൾ അതിലൊരു ഹോൾ ലെയർ തന്നെ അത് ആഡ് ചെയ്തു. ആ ഹോൾ ലെയർ ഓഫ് കൺവിക്ഷൻ അവിടെ വരുന്നുണ്ട്. നമ്മളങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനോ ലോജിക്കൊന്നും കൂടുതൽ നോക്കില്ല. അത് നല്ല നൈസ് കോൺസെപ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് അത് ഇനിയും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. Again, it's not a bad movie. It's a decent one-time watch. And if you're a Surya fan, dude, this is your dream. ഇത് നിങ്ങളുടെ സ്വപ്നമാണ്. അപ്പോൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക. എന്തൊക്കെയാണെങ്കിലും പാവം മനുഷ്യൻ ഡൂഡ് സൂര്യ, ഐ തിങ്ക് ഹി ഡിസേർവ്സ് എ ഹിറ്റ് ഫോർ ദിസ് മൂവി. 13 വർഷം, ഹി ഡിസേർവ്സ് എ ഹിറ്റ് ബൈ നൗ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് തിയേറ്ററിൽ കാണാൻ പറ്റും, തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ബട്ട് ദാറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഓൺ കറുപ്പ്. നിങ്ങൾ എന്തായാലും സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കുക. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.